അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേർ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സുള്ള ജീവിതം നീ നൽകു റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സന്തോഷവുമുള്ള ജീവിതം നീ നൽകു റബ്ബേ. നമുക്കൊക്കെയും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ഈ ജീവിക്കുന്ന കാലഘട്ടം എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടണം, പണം ഒക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കയ്യിലെത്തി കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് നാം ഒക്കെയും. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങളുണ്ട്. ചില ആളുകൾക്ക് വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം, ചില ആളുകൾക്ക് നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ കിട്ടണം, അതുപോലെ തന്നെ കല്യാണം ശരിയാത്തവർക്ക് പെട്ടെന്ന് നല്ല ഒരു കല്യാണം ശരിയായി കിട്ടണം, ചില ആളുകൾക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് നല്ല കച്ചവടം തുടങ്ങണം. അങ്ങനെ എന്തെല്ലാം പറഞ്ഞാൽ തീരാത്ത നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള എളുപ്പമാർഗം എന്താണ്? നമ്മളൊക്കെ എളുപ്പമാർഗത്തിൻ്റെ പിന്നിലാണല്ലോ പോകുന്നത്. അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ മനസ്സിൽ എന്ത് നല്ല ഉദ്ദേശമാണെങ്കിലും അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള മഹാന്മാർ പറഞ്ഞ നല്ലൊരു വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഖൈറായ നല്ല ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതിന് നാം ചെയ്യേണ്ടത് യാസീൻ. നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് യാസീൻ. എല്ലാവർക്കും കാണാതെ മനപ്പാഠമായി അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു ഹദീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂറത്തു യാസീൻ എന്ത് ഉദ്ദേശം വെച്ചാണോ നിങ്ങൾ ഓതുന്നത്, ആ ഉദ്ദേശം തീർച്ചയായും പൂർത്തിയായി കിട്ടും. അതുപോലെ തന്നെ സംസം വെള്ളം നമ്മൾ എന്ത് ഉദ്ദേശം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഉദ്ദേശം അള്ളാഹു നമുക്ക് നിറവേറ്റി തരും. ഇതിനെക്കുറിച്ചൊക്കെ കുറേ പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം മനസ്സിൽ കരുതി യാസീൻ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ചൻ്റെ ഉള്ളിൽ ഒരു ആഴ്ചക്കുള്ളിൽ 41 യാസീൻ സൂറത്ത് ഓതിയാൽ അവൻ്റെ മനസ്സിൽ എന്ത് ആഗ്രഹം വെച്ചാണോ അവൻ ഈ യാസീൻ സൂറത്ത് ഓതിയത് ആ ആഗ്രഹം പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന് നിറവേറ്റി കൊടുക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ യാസീൻ ഓതുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണോ അവൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം നിർബന്ധമായും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനോടുള്ള ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, തഖ്വയുണ്ടായിരിക്കണം, നല്ല ഈമാനും ഉണ്ടായിരിക്കണം എന്നൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉദ്ദേശങ്ങൾ തീർച്ചയായും പൂർത്തിയായി കിട്ടും. യാസീന് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതി എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ ധാരാളം യാസീൻ നമ്മൾ പാരായണം ചെയ്യുക. എന്നാൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിത്തരും. ഞാൻ ഈ പറഞ്ഞു തന്ന വഴികളെല്ലാം മഹാന്മാർ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ വഴികളാണ്. ഇത്തരത്തിൽ മഹാന്മാർ പറഞ്ഞു തന്ന ഈ വഴികൾ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഖൈറായ ഉദ്ദേശങ്ങളും യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ച് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല
ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് പേർ കമൻറ്റിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും, അതുപോലെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും, താമസിക്കാൻ സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും, മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടും, അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും, ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടെ പരീക്ഷയിൽ പാസ്സായി നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും, ഒരുപാട് ആളുകൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.